അറിയുക എന്നുള്ളതാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. അറിയുമ്പോൾ നമ്മൾ ശരിക്കും അറിയുന്നുണ്ടോ, അതോ അറിവ് സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു ഭാഗം കോഗ്നിറ്റീവ് ബയസ് അല്ലെങ്കിൽ പക്ഷപാതങ്ങൾ, അറിവിന്റെ പക്ഷപാതം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. അതിൽ ആദ്യത്തേത് കൺഫർമേഷൻ ബയാസ് distorts perception by protecting what we already believe. സ്ഥിരീകരണ പക്ഷപാതം നേരത്തെ രൂപപ്പെട്ട വിശ്വാസത്തെ ശരിയെന്ന് തെളിയിക്കുന്ന വിവരങ്ങളിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധ ചായുന്നതാണ് സ്ഥിരീകരണ പക്ഷപാതം. ഇത് വിവരങ്ങൾ തിരയുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും ഓർമ്മിക്കുന്നതിലും പ്രകടമാകാം. ആവർത്തിക്കുമ്പോൾ ഇത് ചിന്തയുടെയും പ്രതികരണത്തിന്റെയും പാറ്റേണായി മാറുന്നു. ഈ പാറ്റേൺ മാറ്റി യാഥാർത്ഥ്യത്തെ കൂടുതൽ സുതാര്യമായി കാണുവാനായി സ്വന്തം വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനും എതിർ തെളിവുകൾ പരിശോധിക്കുവാനും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പരിഗണിക്കുവാനും നാം സന്നദ്ധരായാൽ മതിയാകും. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കോഗ്നിഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്, അതായത് അനുരൂപപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം നമ്മുടെ പരിസരത്തുള്ള ഘടകങ്ങളുമായിട്ട്, അത് വസ്തുക്കളാകാം, വസ്തുതകളാകാം, സാഹചര്യം ആവാം, സ്ഥലമാവാം, കാലമാകാം, അതെന്തുമാകട്ടെ, നമ്മൾ നമ്മുടെ പരിസരത്തുള്ള ഘടകങ്ങളുമായിട്ട്, പാരിസ്ഥിതിക ഘടകങ്ങളുമായിട്ട് ചേർന്ന് ഇഴുകി നിൽക്കുവാനുള്ള ശേഷിയെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക. ജ്ഞാനപ്പെടാനായിട്ട് നമ്മൾ ആ പൊരുത്തമാകലിനു വേണ്ടി നാം ചിലത് ആദ്യമേ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവിടെ ഇത്രയാണ് ഉയർച്ച എന്ന് ഞാൻ അറിയുമ്പോഴാണ് ഇതിൽ അത്രയും താഴ്ച നിർമ്മിക്കാൻ കഴിയുക. അപ്പോ എന്റെ പരിസരത്തിനനുസൃതമായിട്ട് ഞാൻ പൊരുത്തപ്പെടാൻ പാകത്തിലാകുന്നതിനെയാണ് അറിയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ കൃത്യമായിട്ടുള്ള വസ്തുതകളെ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളിൽ പൊരുത്തമാകുന്നതിനെയാണല്ലോ. അപ്പോ ഈ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ് കൃത്യമായിട്ട് നടക്കില്ല. അതായത് അറിയൽ എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടക്കില്ല. നേരത്തെ അറിഞ്ഞു വെച്ച ചില അറിവുകളുടെ ഒരു 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 പക്ഷപാതം, ബയസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനെയാണ് കോഗ്നിറ്റീവ് പക്ഷപാതം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബയസ്, അല്ലെങ്കിൽ എന്താ പറയാ ജ്ഞാനപരമായ പക്ഷപാതം എന്ന് പറയുന്നത്. അത് എന്താന്ന് വെച്ചാല് വിവരങ്ങളെ വിലയിരുത്തുന്നതിലെ സ്വാഭാവികമായിട്ടുള്ള ചാതന. നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന സ്ഥിതി വിവരങ്ങളെ പക്ഷപാതരഹിതമായി നമ്മള് സമീപിക്കേണ്ടതുണ്ട്, അല്ലെ? പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ വിലയിരുത്തുന്നതിൽ സ്വാഭാവികമായ ഒരു ചായ്വ് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. എല്ലാ വിവരങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകുന്ന രൂപത്തിലല്ല നമ്മുടെ ഘടന പോലും. ഇപ്പോ നമ്മൾ RIS കുറിച്ച് പറയുന്നത്, റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മുന്നിൽ 10,000 ഇൻഫർമേഷൻ ഉണ്ട്. ഈ എല്ലാ ഇൻഫർമേഷനും ഒരുമിച്ചെടുത്തുകൊണ്ട് വിശകലനം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് നമ്മുടെ പണിയുമല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു വഴിയാണ് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എന്തറിയാമോ, നമ്മൾ എന്തറിയേണ്ടതുണ്ടോ, അറിയേണ്ടത് മാത്രം നമ്മൾ എടുക്കും, ബാക്കിയുള്ളത് മുഴുവൻ റിജക്ട് ചെയ്യും. അതുകൊണ്ടാണ് ചെരുപ്പ് കൂത്തി പൂരത്തിന് പോയി കഴിഞ്ഞാലും ചെരുപ്പ് മാത്രം കാണുന്നത്, മറ്റുള്ളതൊന്നും കാണാതെ പോകുന്നത്. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന മുഴുവൻ ആ സാധനമായിരിക്കും. അങ്ങനെ വരുന്നത് നമുക്ക് പ്രാധാന്യമുള്ളതിന് മാത്രം നമ്മളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ വിവരങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകാതിരിക്കാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ മസ്തിഷ്കത്തിൽ ഓൾറെഡി ഉണ്ട്, അത് എംബെഡഡ് ആണ്. അപ്പൊ അവിടെയാണ് മുൻ അനുഭവങ്ങൾ പലതരത്തിൽ നമ്മളെ സ്വാധീനിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ മുൻ അനുഭവങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്മൃതിയായിട്ട് ഉണ്ടല്ലോ. ആ സ്മൃതികൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് മുൻ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, ഒരു വിശ്വാസ വ്യവസ്ഥയായിട്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ വികാരങ്ങൾ എന്നുള്ളത്, വികാരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ശാരീരിക കാലാവസ്ഥയാണ് വികാരം. അപ്പോ വികാരങ്ങളും ശരീരത്തിന്റെ നിലവിലെ അവസ്ഥയും ഒക്കെ തന്നെ ഇതിനെ സ്വാധീനം ചെലുത്തും, ഈ അറിഞ്ഞതിനെ സ്വാധീനം ചെലുത്തും. അപ്പൊ ഈ
അറിഞ്ഞതിന്റെ മുകളിൽ, നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞു വെച്ചതിന്റെ മുകളിലുള്ള ആ സ്വാധീനം പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന് നൽകുന്ന പ്രാധാന്യം പുതുതായിട്ട് വരുന്ന ഇൻഫർമേഷന്റെ മുകളിൽ സ്വാധീനം ചെലുത്തും. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്തിനാണ്? അതനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. ആ റെസ്പോൺസിനാണ് നമ്മൾ തീരുമാനമായിട്ടൊക്കെ സാധാരണ പറയാ. അപ്പോ ഈ കിട്ടുന്ന വേളയിൽ തന്നെ നമ്മളിലേക്ക് ഒരു കാര്യം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഉടനെ തന്നെ ആ തീരുമാനത്തിലേക്ക് എത്താൻ പാകത്തിലുള്ള ഒരു ആക്കം, ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതിനെയാണ് കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ബയസ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിഞ്ഞു വെച്ച അനുഭവങ്ങളുടെ, മുൻവിശ്വാസങ്ങളുടെ, വികാരങ്ങളുടെ, ശാരീരികാവസ്ഥയുടെ ഒക്കെ സ്വാധീനം കൊണ്ട് നമ്മൾ അറിയലിന് അനുസരിച്ച് പ്രതികരിക്കുന്നു. ആ ഒരവസ്ഥ, അറിയലിനോട് പ്രതികരിക്കുന്ന ഒരവസ്ഥ. ലളിതമായി പറയുകയാണെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? അത് അനുഭവം, വിശ്വാസം, ശ്രദ്ധ, വികാരം തുടങ്ങിയ കാര്യങ്ങളെ എല്ലാത്തിനെയും സ്വാധീനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വിവിധ തരം സ്വാധീനങ്ങളാണ് കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത്. ആ കോഗ്നിറ്റീവ് ബയസിൽ പലതരം കോഗ്നിറ്റീവ് ബയസുകളുണ്ട്. കൺഫർമേഷൻ ബയസ് ഉണ്ട്, അവൈലബിലിറ്റി ബയസ് ഉണ്ട്, ആങ്കറിംഗ് ബയസ് ഉണ്ട്, നെഗറ്റിവിറ്റി ബയസ് ഉണ്ട്, പിന്നെ ഫ്രെയിമിംഗ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ പലതരം ബയസുകളുണ്ട്. അതിൽ കൺഫർമേഷൻ ബയസ് എന്തെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്ഥിരീകരണ പക്ഷപാതം എന്നാണ് അതിന് പറയാ. നമ്മൾ ഒന്നിനെ അങ്ങ് സ്ഥിരീകരിക്കുന്നു, ഇതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് നേരത്തെ നമുക്കൊരു കാര്യം, ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി, ആ വിശ്വാസത്തിന്റെ മുകളിലേക്കുള്ള ചായ്വ്, ഈ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? പുതിയ ഒരു വിശ്വാസം, പുതിയൊരു കാഴ്ചപ്പാട്, പെർസെപ്ഷൻ എന്നുള്ള സാധനം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ അത് ന്യൂറോസെപ്ഷൻ ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പണിയെടുക്കണം. മസ്തിഷ്കം പണിയെടുക്കണം, ന്യൂറോണുകൾ പണിയെടുക്കണം. അപ്പൊ ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്ന ശരീരത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവം കൊണ്ട് പണി എത്ര കുറച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ശരീരം, ജീവൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിലവിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള സാധനം എടുത്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള വിശ്വാസത്തെ അങ്ങ് എടുക്കും. അതിനെ പിന്തുടർന്നുള്ള വിവരങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കും. ഇപ്പോ നമ്മുടെ ക്യാമ്പുകളില് മരം നടേണ്ടതില്ല, കാരണം മനുഷ്യനായിട്ട് നടേണ്ടതില്ല, ആ മരം നടലും പരിപാടിയൊക്കെ പ്രകൃതി ചെയ്തോളും, അതിനോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് എന്നൊരാശയം ശക്തമായി പ്രചരിപ്പിക്കാറുണ്ട്. കാരണം മരം നടുക എന്ന് പറയുന്നത് മരം നടുന്നതിന്റെ തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ മരം നടുകയല്ല വേണ്ടത്. നട്ട മരങ്ങളും ഇവിടെ വളർന്ന മരങ്ങളോടും അനുതാപപൂർവ്വം നിൽക്കുകയാണ് വേണ്ടത്. നമ്മളല്ല അതിന്റെ അധിപൻ, നമ്മൾ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു ആശയമാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. 3 ദിവസം ഈ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചും മറിച്ചു വെക്കാൻ നമ്മൾ പറയും. 3ാമത്തെ ദിവസം ഇത് കഴിഞ്ഞിട്ട് ഇവാലുവേഷന്റെ സമയത്ത് ചിലർ പറയും, ഇവിടെ വന്നപ്പോഴാണ് മരത്തിന്റെ പ്രാധാന്യം മനസ്സിലായത്, മരം നടേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് മനസ്സിലായത്, മനുഷ്യകുലം നിലനിൽക്കണമെങ്കിൽ മരം നടേണ്ടത് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമോ? അതെന്താ? നേരത്തെ രൂപപ്പെട്ട വിശ്വാസത്തോടുള്ള ചായ്വാണ്. അവർ ഓൾറെഡി അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഈ 3 ദിവസം വർക്ക് ചെയ്തിട്ടും അവരവരുടെ മസ്തിഷ്കത്തെ ഇട്ടുടയ്ക്കാൻ തയ്യാറല്ല. അപ്പോ ഇവിടുന്ന് കിട്ടിയ ചില പദങ്ങളൊക്കെ എടുത്തു, മരം നടുക എന്നുള്ള പദങ്ങൾ എടുത്തു, പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള എടുത്തു, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഇതെടുത്തു. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് പഴയ വിശ്വാസത്തിന്റെ ഫോമിൽ തന്നെ അത് ഒരു പുതിയ കുപ്പിയിലിട്ട് വീണ്ടും അവർ പറയും. അപ്പോ പഴയ ആ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതിനോടുള്ള ചായ്വ് ആ പുതിയ വിവരങ്ങളിലേക്കുള്ള ഒരു ശ്രദ്ധയായിട്ട് മാറുന്നു. അവിടെ നമ്മൾ പറയുന്ന എതിർ തെളിവുകളുണ്ടല്ലോ, അതായത് ഇങ്ങനെയല്ല വേണ്ടത്, വേറെന്നാണ് വേണ്ടത് പറഞ്ഞത്, അതിന്റെ മുകളിലുള്ള ശ്രദ്ധ പാടെയങ്ങ് ഒഴിവാകും. സ്വന്തം ധാരണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊണ്ട് അതിനെ അങ്ങ് ഫില്ല് ചെയ്യും. അപ്പോ ഏറ്റവും എളുപ്പം സത്യത്തിൽ അവിടെ സ്വന്തം വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാളും അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമല്ലേ ഏറ്റവും എളുപ്പം. അതാണ് വളരെ സിമ്പിളായിട്ട് നടക്കുക. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള മനസ്സിന്റെ ചായ്വ്, ഇതിനെയാണ് നമ്മൾ സാധാരണ കൺഫർമേഷൻ ബയസ് എന്ന് പറയാം. എങ്ങനെയാണ് ഈ വിശ്വാസം പക്ഷപാതമാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെയാണ്? ആദ്യം അനുഭവം ഉണ്ടായി, അനുഭവത്തിൻ്റെതായിട്ടുള്ള ഒരു ധാരണയുണ്ടായി, ധാരണയിൽ നിന്നും, അനുഭവം എന്ന് വെച്ചാൽ അത് ശരിയോ തെറ്റോ, നമുക്കൊരു അനുഭവം ഉണ്ടാവുന്നു, അനുഭവത്തിൽ നിന്ന് നമ്മളൊരു കാര്യത്തെ എടുക്കുന്നു, അതിന്റെ ധാരണ ഉണ്ടാവുന്നു, ആ ധാരണയാണ് പിന്നെ വിശ്വാസ വ്യവസ്ഥയായിട്ട് ഉണ്ടാവുന്നത്. ആ വിശ്വാസം അവിടെ നിലനിൽക്കുന്ന സമയത്താണ് പുതിയൊരു വിവരം വരുന്നത്. അപ്പോൾ ഈ പുതിയ വിവരം എന്നുള്ളത് എന്റെ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊരു പരിശോധന അവിടെ നടത്തുന്നു. പിന്തുണയ്ക്കുന്ന വിവരം നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് അതിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, അതും മാത്രം ശ്രദ്ധിക്കുന്നു.
അപ്പോ വിശ്വാസം എന്നുള്ളത് ശക്തമാവും. ആ വിശ്വാസം ശക്തമാകുന്ന സമയത്ത് ഇതിന്റെ എതിർപക്ഷത്തുള്ള തെളിവുകൾ ഉണ്ടല്ലോ, അതിന്റെ സംശയം കൂടി വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ അവഗണിക്കും, അതിനെ മറ്റൊരു വ്യാഖ്യാനമായിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്യും. ഈ എതിർ തെളിവിനെ വേറൊരു രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് ബാധിച്ചിട്ട് ഇതങ്ങ് ഒഴിവാക്കി കളയും. ഇതിന്റെ ഫലം എന്താണ്? വിശ്വാസം എന്നുള്ളത് കൂടുതൽ ഉറക്കുകയാണ് ചെയ്യുക. ഇത് എല്ലാത്തരം വിശ്വാസികളെയും ബാധിക്കുന്നതാണ്. മതവിശ്വാസങ്ങളെല്ലാം ഈ വിധത്തിലാണ് പ്രവർത്തിക്കുക. മതം എന്ന് പറയുമ്പോൾ പിന്നെ ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്ന് മാത്രം വിശ്വസിക്കേണ്ട, ശാസ്ത്രമതവും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക. എല്ലാത്തരം മതവിശ്വാസങ്ങളും എല്ലാത്തരം വിശ്വാസങ്ങളും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പോ ഈ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് സ്ഥിരീകരണം, നമുക്കറിയാവുന്ന വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന ആ ഒരു സ്വാധീനം, ആ സ്വാധീനം നടത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ വിവരം കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിനകത്തൊരു തിരച്ചിൽ നടത്തും. ഇപ്പൊ ചെരുപ്പൂത്തി പൂരത്തിന് പോയി കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് കാലുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് അയാൾക്ക് ചെരുപ്പ് കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോ അനുകൂലമായിട്ടുള്ള ആ ഒരു ഇടത്തേക്ക്, അനുകൂലമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നിടത്തേക്ക് ആദ്യം ബ്രെയിൻ അങ്ങ് ഫോക്കസ്ഡ് ആവും. അത് അനുകൂല വിവരങ്ങൾ തേടലാണ് ആദ്യം. അവിടെ ഒരു തിരച്ചിൽ നടത്തും. എന്നിട്ടോ എതിർ വിവരങ്ങൾ മൊത്തം അങ്ങ് ഒഴിവാക്കും. വേറെ കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് അങ്ങ് വയ്ക്കും. ഈ റെക്ടിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അനുകൂല വിവരങ്ങൾ തേടുക, എതിർ വിവരങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അനുകൂലമായിട്ടുള്ള തെളിവിനൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകും, എതിർ തെളിവിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കില്ല, ചിലത് കാണുക പോലുമില്ല. അപ്പോ ഓർമ്മയിൽ എന്താണ് തങ്ങുക? അനുകൂല സംഭവങ്ങൾ മുഴുവൻ ഓർക്കും, എല്ലാ കാര്യങ്ങളും, അത് വിശദീകരണം, അത് നടന്ന കാലങ്ങളൊക്കെ. എതിർ സംഭവങ്ങൾ ഓർക്കില്ല. അതിൽ നിന്നും ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ഓർക്കും, പക്ഷെ ഓർക്കുന്ന സമയത്തും അതിന് ഭീതിയോടുകൂടി ആക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ട് ഈ സാധനത്തെ മൊത്തം പിടിച്ചങ്ങ് ഒഴിവാക്കും. അപ്പോ തേടുക, അതിനെ പരിഭാഷപ്പെടുത്തുക, ഓർക്കുക എന്നുള്ള ആ മൂന്ന് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴേക്കും വിശ്വാസം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുക. ഈ കൺഫർമേഷൻ ബയസിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു വിശ്വാസമുണ്ട്, അവന് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എനിക്കറിയാം, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അവനുമായിട്ട് കണ്ടുമുട്ടി, അവൻ എന്നോട് സംസാരിച്ചില്ല. ഉടനെ നമ്മൾ പറയും, കണ്ടോ ഉണ്ടാവും, അവൻ എന്നെ ഇഷ്ടമല്ലാതെ കൊണ്ട് എന്നോട് സംസാരിച്ചില്ല എന്ന് പറയും. ഇനി അഥവാ അവൻ എന്നോട് നോക്കി ചിരിച്ചു, ഉണ്ടോ, വെറും ഔപചാരികമായിട്ടാണ് എന്നുവെച്ചാൽ അവന്റെ ചിരിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, അത് ഔപചാരികമായിട്ടാണെന്നുള്ളത്. ഇനി അവൻ നമ്മളെ എങ്ങാനും സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ഉടനെ നമ്മൾ പറയും, അതിന്റെ പുറകിൽ എന്തൊരു കാരണമുണ്ട്, അല്ലെ? ഒരു ധനികൻ ഒരു പൂർമാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പറയും അതിന്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന് പറയും. എന്തുകൊണ്ടാ? നമ്മൾ ആ വിധത്തിലാണ് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അപ്പൊ എതിർ തെളിവ് എന്ന് പറയുന്നത് അയാൾ സപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ മനസ്സിലുള്ള എമ്പതി കൊണ്ടാണെങ്കിൽ ആ സംഭവത്തിനുള്ള തെളിവ് അവിടെ നമ്മൾ ആ എതിർ തെളിവ് എന്ന് പറയുന്നത് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയില്ല. എന്നാൽ പഴയ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ പറയുന്ന ഒരവസ്ഥ, അതായത് കൺഫർമേഷൻ ബയസ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഒരു പാറ്റേൺ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ പാറ്റേൺ ഷിഫ്റ്റിലേക്കാണല്ലോ പോകുന്നത്. അപ്പോ വിശ്വാസം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ആദ്യമുള്ളത്. ആ വിശ്വാസം എന്നുള്ളതിന്റെ മുകളിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ശ്രദ്ധ വർക്ക് ചെയ്യുന്നു, തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം അതിന് നൽകുന്നു, എന്നിട്ട് അതിനെ പ്രതികരിക്കുന്നു, അതിനെ ആവർത്തിക്കുന്നു. ഈ ആവർത്തനം എന്നുള്ളത് ഒരു കോഗ്നിറ്റീവ് പാറ്റേൺ ആയിട്ട് മാറുന്നു. ആരെയും വിശ്വസിക്കാനാവില്ല ഒരാൾ പറയുന്നു. അപ്പോ വിശ്വസിക്കാനാവാത്തത് കൊണ്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംശയിക്കുന്ന സൂചനകൾ മാത്രം ശ്രദ്ധിക്കും. ആ സംശയപരമായിട്ട് നമ്മൾ അതിന് വ്യാഖ്യാനം നടത്തും, എന്നിട്ട് അതിനോട് അകലം പാലിക്കും, അവിടെ ബന്ധങ്ങളിൽ അകലം പാലിക്കും, എന്നിട്ട് പറയും, കണ്ടോ, ആരെയും വിശ്വസിക്കാനാവില്ല. ഇത് അവനവൻ ഉണ്ടാക്കുന്ന പാറ്റേൺ ആണ്, നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പാറ്റേൺ ആണ്. ഇത് ന്യൂറോസെപ്ഷൻ എന്നുള്ളൊരവസ്ഥയിലാണെങ്കിലോ, നമുക്ക് അങ്ങനെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭീഷണിയുടെ ഒരു അവസ്ഥയുണ്ടായി, ശാരീരിക അവസ്ഥ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നം. അപ്പോ അത് നമുക്ക് അത്തരത്തില് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവരെ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കും, അവരുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു ശ്രദ്ധയായിരിക്കും. അതനുസരിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം നമുക്ക് ആ സമയത്ത് കിട്ടുകയും ചെയ്യും. അപ്പോ ഈ ഭീതിയുടെ ഒരു അവസ്ഥ, നമുക്ക് പറ്റാത്ത ആളുകളെ കിട്ടുന്ന സമയത്തുള്ള ഭീതിയുടെ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ ഭീതിക്ക് അനുസരിച്ചുള്ള പ്രതികരണം നമ്മൾ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നു അനുസരിച്ചുള്ള ഇൻപുട്ട് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുകയും ചെയ്യും.
അപ്പോ നിലവിലുള്ള വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന വിവരത്തിലേക്കുള്ള ആ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ചായ്വ് നമ്മുടെ ഉള്ളിൽ ഒരു പാറ്റേൺ ആയിട്ട് വരും. അത് മുൻ അനുഭവങ്ങളെ സ്വാധീനിക്കും. ആ സ്വാധീനിച്ച അനുഭവങ്ങളിലേക്ക് വീണ്ടും 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 നെഗറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു പാറ്റേൺ ഉണ്ടാവുന്നത്. അത് പെർസെപ്ഷന്റെ കാര്യത്തിലാണെങ്കിലും ന്യൂറോസെപ്ഷന്റെ കാര്യത്തിലാണെങ്കിലും, അതായത് ഗ്രഹണത്തിന്റെ കാര്യത്തെ അറിയുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇനി ബോഡി അതിനെ സെൻസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഈ പാറ്റേണിനെയാണ് നമുക്ക് മാറ്റേണ്ടത് അല്ലെ. പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഈ പാറ്റേണിനെയാണ്. അതെങ്ങനെയാ ചെയ്യുക? ഒന്നാമത് നമ്മൾ ആ വിശ്വാസത്തെ തിരിച്ചറിയുക. എനിക്കിങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ഞാൻ എന്താണ് നേരത്തെ വിശ്വസിക്കുന്നത് എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനൊരു മാർഗം എന്നുള്ളത് പോസ് ആൻഡ് റെസ്പോണ്ട് എന്നുള്ളതാണ്. ഒരു ഇടവേള എടുക്കുക. ആ വിശ്വസിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അതിനൊന്ന് നിർത്തുക. എന്നിട്ട് അത് എന്താണ് എന്നുള്ളത് നിരീക്ഷിക്കുക, നല്ലപോലെ നിരീക്ഷിക്കുക. എന്നിട്ട് ഇതിന്റെ എതിർ തെളിവ് എന്താണ്? ഞാൻ വിശ്വസിക്കുന്നതിന് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവിടെ എന്തൊക്കെ തെളിവുകളാണുള്ളത് എന്നുള്ളത് ഈ പോസ് ചെയ്ത് നിർത്തുക. ഇതിനെ റെസ്പോണ്ട് ചെയ്യരുത്. ആ പോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകാം. ഇതിന് വിരുദ്ധമായി എന്താണ് കാണുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് എന്താണ് കാണുന്നത്? വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒരു 4 or 5 എണ്ണമെങ്കിലും പരിശോധിക്കുക. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ സംഭവത്തിൽ നിന്നും മറ്റൊരു വ്യാഖ്യാനം ഇതിനകത്ത് നിന്ന് ലഭിക്കാൻ സാധ്യമാണോ? എന്നിട്ട് ആ തെളിവിന്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നോക്കുക. ഈ പറയുന്ന തെളിവാണോ എന്റെ ധാരണയാണോ, ഏതാണ് സത്യത്തിൽ ശക്തമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ പഴയ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നും ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവുന്നു, അതിലൂടെ കൺഫർമേഷൻ ഉണ്ടാവുന്നു, ആ ബിലീഫ് സ്ട്രോങ് ആവുന്നു എന്നുള്ളൊരവസ്ഥയാണ്. അതേസമയം പാറ്റേൺ ഷിഫ്റ്റിന്റെ രീതി എന്ന് വെച്ചാൽ ബിലീവ് ചെയ്യുന്നു, ഒന്ന് നിർത്തുന്നു, നിരീക്ഷിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അവിടെയാണ് നമുക്ക് പരിവർത്തനം സാധ്യമാവുക. അത് അറിവിന്റെ കാര്യത്തിലാണ് ശരി, ബിഹേവിയറിന്റെ കാര്യത്തിലാണ് ശരി, ഒക്കെ ഈ ഒരു പുതിയ പരിവർത്തനം എന്ന് പറയുന്നത് ഈ വിധത്തിലാണ് സാധിക്കുക. അതായത് ഉറപ്പിൽ നിന്ന് അന്വേഷണത്തിലേക്ക് പോകണം, വിധിയിൽ നിന്ന് നിരീക്ഷണത്തിലേക്ക്, നമ്മൾ വിധിക്കുക, ജഡ്ജ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് ഒബ്സർവേഷനിലേക്ക് പോകണം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എവിഡൻസുകളിൽ നിന്നും സമഗ്രമായ തെളിവിലേക്ക്, മൊത്തത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. പുതിയ ഒരു വിശ്വാസത്തിലേക്ക്, പുതിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ പഴയതിൽ നിന്നും മാറണം. അപ്പോ വിശ്വാസത്തെ സംരക്ഷിക്കലല്ല, യാഥാർത്ഥ്യത്തെ കൂടുതൽ വ്യക്തമായി കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ കൺഫർമേഷൻ ബയസിനെ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ, പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോ ഈ ഒളിമ്പസ് ദർശനം പറയുന്ന കോഗ്നിറ്റീവ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ വിധത്തിലാണ്. പാറ്റേൺ രൂപപ്പെട്ടത് അനുഭവം, വിശ്വാസം, ശ്രദ്ധ, ഗ്രഹണം, വ്യാഖ്യാനം, പ്രതികരണം, ആവർത്തനം തുടങ്ങിയ അവസ്ഥകളിലൂടെയാണ്. എങ്കിൽ പാറ്റേൺ മാറുന്ന പദം എന്ന് പറയുന്നത് ആദ്യം അവബോധം, പിന്നെ ആ പോസ്, ഇടവേള എന്നുള്ളത്, പിന്നെ സമഗ്രമായിട്ടുള്ള നിരീക്ഷണം എന്നുള്ളത്, ചോദ്യം ചെയ്യൽ എന്നുള്ളത്, പുതിയ വ്യാഖ്യാനം, പുതിയ അനുഭവം, പുതിയ പഠനം, പുതിയ പ്രതികരണം. ഇത് ഡീപ്പിക്കോളജി ഈ വിധത്തിലാണ് ഇതിന് കാര്യങ്ങളെ കാണുന്നത് അല്ലെ. ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ടാവണം, പോസ് ചെയ്യണം, ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ടാവണം, ഡീപ്പായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉണ്ടാവണം, ഡീപ്പായിട്ടുള്ള ലേണിംഗ് ഉണ്ടാവണം, ഡീപ്പായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഡീപ്പിക്കോളജി പറയുന്നത് അല്ലെ. അത് തന്നെയല്ലേ പാറ്റേൺ ഷിഫ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും രണ്ടല്ല, രണ്ടു വഴിക്ക് പോയാലും കാര്യം ഒന്ന് തന്നെ. അപ്പോ ഒളിമ്പസിലൂടെ പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന പ്രധാന തിരിച്ചറിവ് മുൻ വിശ്വാസത്തിൽ നിന്നും അകലം നേടൽ എന്നുള്ളതാണ്. എതിർ തെളിവിനോടുള്ള തുറന്ന മനസ്സ്. നമ്മൾ പറയുന്നത് അല്ല മറ്റൊന്നാണ് ശരിയെങ്കിൽ അതിനോട് നല്ലൊരു തുറന്ന സമീപനം. ഞാൻ പറയുന്നത് തെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ. വർത്തമാനത്തെ പുതിയ പാറ്റേണിൽ നിന്നും പഴയ പാറ്റേണിൽ നിന്നും വേർതിരിച്ച് കാണുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു അനുകൂലമായ ഒരവസ്ഥയിലേക്ക് അനുഭവത്തെ പുതുതായി കാണുവാൻ പാകത്തിലുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴാണ് പ്രതികരണത്തിന് കൂടുതൽ സ്വതന്ത്ര സ്വഭാവം ഉണ്ടാവുക. അപ്പോ എന്റെ വിശ്വാസത്തെ ശരിയാക്കുക, എന്റെ വിശ്വാസം ശരിയാണെന്ന് സ്ഥാപിക്കലല്ല, യാഥാർത്ഥ്യത്തെ സുതാര്യമായി കാണുകയാണ് വേണ്ടത് എന്ന രീതിയിൽ ഒരു ആശയമുള്ള ഒരാൾക്ക് മാത്രമേ ഈ പാറ്റേൺ ഷിഫ്റ്റ് കോഗ്നിറ്റീവ് ബയാസിന്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. സത്യം അറിയണ്ട, എന്റെ വിശ്വാസം സ്ഥാപിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ കൺഫർമേഷൻ ബയസ് ഇളക്കാൻ കഴിയില്ല.
ഈ പാരഡൈം ഷിഫ്റ്റ് സാധ്യമാവില്ല. അപ്പോൾ എന്റെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളതല്ല, സത്യത്തെ അന്വേഷിക്കുകയാണ് വേണ്ടത് എന്ന താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ കൺഫർമേഷൻ ബയസിനെ അതിജീവിച്ച് പാറ്റേൺ ഷിഫ്റ്റ് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ അത്തരത്തിലൊരാളാണോ എന്നുള്ളത് പരിശോധിക്കുക. മറ്റ് ബയസുകളെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.